In this session, we will discuss about the CAYLEY Hamilton theorem. The theorem is that an n by n matrix A satisfies its own characteristic equation. അപ്പോൾ CAYLEY Hamilton theorem എന്ന് പറയുന്നതാണ് ഒരു n by n മെട്രിക്സ് A എന്ന് പറയുന്നത് ഒരു n by n മെട്രിക്സ് ആണെങ്കിൽ ആ എ എന്ന് പറഞ്ഞ മെട്രിക്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ? ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും അല്ലേ? ഇതിപ്പോൾ n ഓർഡർ ഉള്ളതായതുകൊണ്ട് n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ബി, നമുക്കിതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിചാരിക്കാം. a0 പ്ലസ് a1 ലാംഡ പ്ലസ് a2 ലാംഡ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an ലാംഡ റേസ് ടു n ഈക്വൽ ടു 0. ഇതാണ് എന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ അത് അതിന്റെ ക്യാരക്ടർ എ എന്ന് പറഞ്ഞ മെട്രിക്സ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ CAYLEY ഹാമിൽട്ടൺ തിയറം വെച്ചിട്ട് നമുക്ക് പറയാം ദെൻ ഈ ലാംഡയ്ക്ക് പകരം എന്തെടുത്താൽ മതി? എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൊടുക്കാം. ദെൻ ബൈ CAYLEY ഹാമിൽട്ടൺ തിയറം ഇതാണ് പറയുന്നത്. ബൈ CAYLEY ഹാമിൽട്ടൺ തിയറം a0 ഇൻറ്റു I a1 ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കും? ലാംഡ ഈക്വൽ ടു എ കൊടുക്കുക പ്ലസ് a2 a സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an a റേസ് ടു n ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ ഒരു n ബൈ n മെട്രിക്സ് എ സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്കിൽ നമുക്ക് CAYLEY ഹാമിൽട്ടൺ തിയറം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. a0 I പ്ലസ് a1 a പ്ലസ് a2 a സ്ക്വയർ പ്ലസ് എക്സെട്ര an a റേസ് ടു n എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആയിരിക്കും. n ബൈ n 0 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് CAYLEY ഹാമിൽട്ടൺ തിയറം എന്ന് പറയുന്നത്. തിയറം ഇത്രയേ ഉള്ളൂ. an n by n മെട്രിക്സ് A സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനിയിപ്പോൾ ഈ തിയറം വെച്ചിട്ട് നമ്മൾ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ച തിയറത്തേക്കാളും ഈ തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കും? ഫൈൻഡിങ് ഇൻവേഴ്സ് using CAYLEY ഹാമിൽട്ടൺ തിയറം. ഷോർട്ടായിട്ട് എഴുതിയാണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് ലെറ്റ് എ ബി an n by n മെട്രിക്സ്. എടുക്കുക. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? Then characteristic equation of A is determinant of A minus lambda I equal to 0 അല്ലേ? അപ്പോൾ which is a polynomial of degree n, which is a polynomial of degree n. It is a polynomial of degree n. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആയിട്ടുള്ള ഈ ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈ CAYLEY ഹാമിൽട്ടൺ തിയറം ലാംഡ ഈക്വൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം?
a naught I plus a1 a plus a2 a square plus etc. an a raised to n equal to 0 മെട്രിക്സ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നോൺ സിംഗുലർ ആവണം അല്ലേ? എന്ന് പറഞ്ഞ മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിലേ നമ്മൾ ഇൻവേഴ്സ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ അതിൽ നിന്ന് കിട്ടും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്നാണ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനിയും പറയാം, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സിൻസ് എ ഈസ് നോൺ സിംഗുലർ, എ നോൺ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എ ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇനി നമ്മൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ലെഫ്റ്റിൽ വേണ്ട റൈറ്റിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 അല്ലെ? ഇക്വേഷൻ 1 ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എ നോട്ട് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ത് വരും? എ ഇൻവേഴ്സ് പ്ലസ് a1 a ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. അടുത്ത a2 ഇൻറ്റു എ സ്ക്വയർ എ ഇൻവേഴ്സ്. ഇതിലൊരു എയും എ ഇൻവേഴ്സും കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് ആവും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ? എ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എക്സെട്ര. ലാസ്റ്റ് ടൈം എന്താവും? an a raised to n minus 1 ഈക്വൽ ടു ഇവിടെ 0 തന്നെ, മാറ്റമൊന്നുമില്ല. ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടും. ഇക്വേഷനെ നമ്മൾ ഇങ്ങനെയാക്കി എഴുതി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എ ഇൻവേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ടൈം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ദാറ്റ് ഈസ് എ നോട്ട് എ ഇൻവേഴ്സ് ഈക്വൽ ടു മൈനസ് a1i minus a2a minus etc. minus an a raised to n minus 1 കിട്ടും. ഇനി ഇതിൽ നമുക്ക് എ ഇൻവേഴ്സ് മതി. അപ്പോൾ എന്ത് ചെയ്യുക? എ നോട്ട് കൊണ്ട് റൈറ്റിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്താൽ മൈനസ് a1 ബൈ എ നോട്ട് ഐ മൈനസ് a2 by a naught a minus etc. minus an by a naught a raised to n minus 1. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് അറിയുമെങ്കിൽ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എ ഇൻവേഴ്സ് ഇക്വൽ ടു മൈനസ് a1 by a naught i മൈനസ് a2 by a naught a മൈനസ് എക്സെട്ര മൈനസ് an by a naught a raised to n minus 1. അപ്പോൾ എ ഇൻവേഴ്സ് നമുക്ക് കേലി ഹാമിൽട്ടൺ തിയറം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇങ്ങനെ നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 2 minus 1 1 minus 1 2 minus 1 1 minus 1 2 and verify കേലി ഹാമിൽട്ടൺ തിയറം and hence obtain A inverse. അപ്പോൾ ആദ്യം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് കേലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഈ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടി എന്ത് എഴുതാം? ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് matrix A. The determinant of A minus lambda I equal to 0. Symbolize A minus lambda കാണാം. എന്നുവെച്ചാൽ ഡയഗണൽ എലമെന്റിൽ മൈനസ് ലാംഡ കൊടുത്താൽ മതി. മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് ലാംഡ മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് ലാംഡ.
ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണ്. ഇനി ഡിറ്റർമിനൻറ്റ് കാണാം, വിച്ച് ഇംപ്ലൈസ് 2 minus lambda 2 minus lambda into 2 minus lambda into 2 minus lambda. So 2 minus lambda all square minus 1 into minus 1 plus 1. Minus 1 or plus 1 into minus 2 minus lambda minus 1 into minus 1 plus 1 and plus 1 into 1 minus 1 into minus 1 minus 1 into 2 minus lambda 2 minus lambda, which is equal to 0. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ഇതിൽ ഐഗൺ വാല്യൂസ് കാണാനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുന്ന മതിയായിരിക്കും. അപ്പോൾ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് 2 minus lambda into 2 minus lambda ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 minus 4 lambda plus lambda square minus 1. ഈ 4ന്റെ കൂടെ minus 1 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 3 എന്ന് എഴുതാമല്ലോ. 3 minus 4 lambda plus lambda square പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പ്ലസ് 1 ആണ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -2 വരും. -2 മൈനസും മൈനസും പ്ലസ് ലാംഡ അല്ലേ? അപ്പം ലാംഡ -2 + 1 ഇത്ര വരും -1. ഇനി അടുത്ത ഇവിടുത്തെ ടൈം നോക്കാം. പ്ലസ് 1 - 2 മൈനസ് ലാംഡ. അപ്പോൾ 1 - 2 എത്രയാ? -1 വരും. ഇവിടെ മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ പ്ലസ് ലാംഡ. അപ്പോൾ ഇവിടെ ലാംഡ -1 ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ സെയിം എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 6 - 8 ലാംഡ പ്ലസ് 2 ലാംഡ സ്ക്വയർ -3 ലാംഡ. ഇനി മൈനസ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 4 ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് ഈ ലാംഡയും കൂടെ 2 ലാംഡ -2 ഈക്വൽ ടു 0. ഇനി എല്ലാം ആദ്യം ലാംഡ ക്യൂബിൻ്റെ ടൈം എടുക്കുക, പിന്നെ ലാംഡ സ്ക്വയറിൻ്റെ ടൈം. അങ്ങനെ എടുക്കുമ്പോൾ മൈനസ് ലാംഡ ക്യൂബ്, ഇവിടെ 2 ലാംഡ സ്ക്വയറും 4 ലാംഡ സ്ക്വയറും. അപ്പോൾ 6 ലാംഡ സ്ക്വയർ. ഈ ലാംഡേൻ്റെ ടൈം -8 - 3 -8 - 3 -11 -11 + 2 -11 + 2 എന്ന് പറയുമ്പോൾ -9 ലാംഡ. പിന്നെ കോൺസ്റ്റന്റ് ടൈം ഇവിടെ 6ഉം ഇവിടെ -2. 6 - 2 എന്ന് പറയുമ്പോൾ 4 ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ് കിട്ടിയത്? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 6 ലാംഡ സ്ക്വയർ മൈനസ് 9 ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പം ഇതിനെ നമുക്ക് സൈൻ വേണമെങ്കിൽ രണ്ട് സൈഡിലും ഈ ലാംഡ ക്യൂബിൻ്റെ സൈൻ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ലാംഡ ക്യൂബ് മൈനസ് പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക. 6 ലാംഡ സ്ക്വയർ പ്ലസ് 9 ലാംഡ മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് കേലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? a ക്യൂബ് -6a സ്ക്വയർ പ്ലസ് 9a മൈനസ് 4i 0 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്?
എ സ്ക്വയറും എ ക്യൂബും ആവശ്യമുണ്ട്. അപ്പം അതിന് കണ്ടുപിടിക്കണം. എ സ്ക്വയറും എ ക്യൂബും കണ്ടുപിടിക്കണം. വെരിഫൈ ചെയ്യണമല്ലോ. കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടി എ സ്ക്വയറും എ ക്യൂബും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ എ സ്ക്വയറിന് കണ്ടുപിടിക്കാം. എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ. എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? 2 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 1 മൈനസ് 1 2 ഇൻറ്റു 2 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 1 മൈനസ് 1 2. മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും നോക്കാം. 2 ഇൻറ്റു 2 4 പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 1 പ്ലസ് 1 ഇൻറ്റു 1 1. അപ്പോൾ 4 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6 വരും. അടുത്തത് അതുപോലെ ചെയ്യാം. 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. അപ്പം മൈനസ് 4 ആയി ടോട്ടല്. 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. അപ്പം മൈനസ് 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 5 വരും. അടുത്തത് അതുപോലെ മൾട്ടിപ്ലൈ. 2 ഇൻറ്റു 1 2. മൾട്ടിപ്ലൈനെ നമുക്ക് അറിയാമല്ലോ മെട്രിക്സിനെ. ഈ റോയും ഈ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ എലമെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ 2 ഇൻറ്റു 1 2 പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 വരും. 1 ഇൻറ്റു 2 2. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയും. അപ്പോൾ 5. അതുപോലെ തന്നെ ബാക്കിയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1. അപ്പോൾ നമുക്ക് ടോട്ടല് മൈനസ് 5 കിട്ടും. അടുത്തതുപോലെ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 2 ഇൻറ്റു 2 4 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 1. അപ്പോൾ 1 പ്ലസ് 4 പ്ലസ് 1 6 വരും. അടുത്തത് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. അപ്പോൾ ഇവിടെ മൈനസ് 5. അടുത്തതുപോലെ ചെയ്യാം. 1 ഇൻറ്റു 2 2 പ്ലസ് 1 പ്ലസ് 2. അപ്പോൾ അവിടെ 5. ഇങ്ങനത്തെ മൈനസ് 1 മൈനസ് 2 മൈനസ് 2 മൈനസ് 5 1 1 4 6. ഇതാണ് നമ്മുടെ എ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? എ ക്യൂബ് കണ്ടുപിടിക്കാം. എ ക്യൂബ് കണ്ടുപിടിക്കാം. എ സ്ക്വയറിൻ്റെ കൂടെ എ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ അറിയാവുന്നതാണ്. ഇക്വേഷനിൽ ഐ എന്താണെന്നറിയാം, എ എന്താണെന്നറിയാം. ഇനി എ ക്യൂബ് കണ്ടുപിടിക്കാൻ പോണ്. എ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയത് 6 മൈനസ് 5 5 മൈനസ് 5 6 മൈനസ് 5 5 മൈനസ് 5 6. എ എന്ന് പറയുന്നത് 2 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 1 മൈനസ് 1 2. ഇത് രണ്ടും ഇവിടെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 22 മൈനസ് 21 21 മൈനസ് 21 22 മൈനസ് 21 ഇവിടെ 21 മൈനസ് 21 22. ഇതാണ് നമ്മുടെ എ ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. എ ക്യൂബ് ഇത്, എ സ്ക്വയർ ഇത്. ഇനി നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ therefore a cube minus 6a square plus 9a minus 4i കണ്ടുപിടിക്കാം. ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറഞ്ഞത് 22 മൈനസ് 21 21 മൈനസ് 21 22 മൈനസ് 21 21 മൈനസ് 21 22 മൈനസ് 6 എ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയറിൻ്റെ കൂടെ എല്ലാ എലമെൻറ്റിൻ്റെ കൂടെ ഒരു 6 ആഡ് ചെയ്ത് കൊടുക്കാം.
6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റത്തെ എലമെന്റ് 6 ആണ്. അപ്പോൾ 6 × 6 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇപ്പോഴേ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എഴുതി കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയില്ല. 6 × 6 36. ഇവിടെ -5 ആയിരുന്നു എ സ്ക്വയറിൻ്റെ. -5 × 6 -30. 5 × 6 30. -5 × 6 -30. 6 × 6 36. ഇവിടെ -30. ഇവിടെ 30 -30 36. അതുപോലെ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ കൂടെ 9 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ 2 ആയിരുന്നു. അപ്പോൾ 9 × 2 18. -9 9 -9 18 -9 9 -9 18 -4 × I. അപ്പോൾ 4 0 0 0 4 0 0 0 4. ഇനി ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ഓരോ എലമെന്റുകൾ ആഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 22 നമുക്കിവിടെ പ്ലസ് ഉള്ള ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. ഇവിടെ 22 ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ 22 + 18 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടും. 40 -36 ഇവിടെ -4. 36 -4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40. അപ്പോൾ 40 -40. അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഓരോ എലമെന്റ് ഡയറക്റ്റ് ആഡ് ചെയ്ത് പോവാം. സൈൻ നോക്കണം. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ മൈനസും കൂടെ പ്ലസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ സെക്കൻഡ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അങ്ങനെ തേർഡ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക നോക്കാം. മൊത്തത്തിൽ 0 എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0 എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഈ മെട്രിക്സ് കെയ്ലി ഹാമിൽട്ടൺ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇത് 0 തന്നെ കിട്ടും. ഇതെല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പൊ അതിനർത്ഥം നമുക്ക് എന്ത് പറയാം? therefore ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം therefore a³ - 6a² + 9a - 4i = 0 എന്ന് വെച്ചാൽ മെട്രിക്സ് A satisfies Cayley Hamilton theorem. Cayley Hamilton theorem. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് A ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞേ? ഈ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ A ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a³ എന്നുള്ളത് a² ആയി, ഇവിടെ 6a ആയി, ഇവിടെ 9i ആയി, ഇവിടെ 4a ഇൻവേഴ്സ് = 0. അപ്പൊ ഇതിലൊന്ന് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? A ഇൻവേഴ്സ് = ഇവിടെ 4a ഇൻവേഴ്സിന് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് 1/4a² - 6/4a + 9/4i. അപ്പൊ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നമുക്ക് a² വാല്യൂ അറിയാം, എന്റെ വാല്യൂ അറിയാം, ഐന്റെ വാല്യൂ അറിയാം. അതെല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/4 × a² - 6a + 9i. അപ്പൊ ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. 1/4 × a² എന്ന് പറഞ്ഞാൽ എന്താ? a² എന്ന് പറഞ്ഞാൽ 6 - 5 5 -5 6 - 5 5 - 5 6 a²
മൈനസ് 6 ചെയ്ത്. അപ്പോൾ 6 ഇൻറ്റു 2 12 മൈനസ് 6 6 മൈനസ് 6 12 മൈനസ് 6 6 മൈനസ് 6 12 പ്ലസ് 9i. 9 0 0 0 9 0 0 0 9. ഇനി ഇത് ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് എഴുതാം. ഇപ്പം ആഡ് ചെയ്ത് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഫസ്റ്റ് 1/4 അവിടെ പുറത്തിരുന്നോട്ടെ. 6 മൈനസ്, ഇവിടുത്തെ ഒരു സൈൻ നോക്കണം. 6 മൈനസ് 12 പ്ലസ് 9. ആഡ് ചെയ്യാനുള്ള രണ്ടും കൂടെ ആഡ് ചെയ്യാം. 6 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 15. 15 മൈനസ് 12 എന്ന് പറയുമ്പോൾ ഇത് വരും 3 വരും. അടുത്തത് മൈനസ് 5 മൈനസ് 6 എന്ന് പറയും. മൈനസ് 5 പ്ലസ് 6. മൈനസ് 5 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 1. ഇവിടെ 0 ആണ്. ഇനി ഈ ടൈമിനും 0 ആണ്. അപ്പോൾ ഇവിടെ നോക്കണ്ട. 5 മൈനസ് 6. 5 മൈനസ് 6 എന്താ? മൈനസ് 1. അടുത്ത ഇവിടെ 0 ആണ്, അത് നോക്കണ്ട. അപ്പോൾ മൈനസ് 5 പ്ലസ് 6 1. ഇനി 6 മൈനസ് 12 മൈനസ് 6 വരും. മൈനസ് 6 പ്ലസ് 9 മൈനസ് 6 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 3 വരും. അടുത്ത ഇവിടെ മൈനസ് 5 മൈനസും പ്ലസ്. മൈനസ് 5 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 1. അടുത്ത ടൈം 5 മൈനസ് 6 മൈനസ് 1. മൈനസ് 5 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 1. 6 മൈനസ് 12 എന്ന് പറയുമ്പോൾ മൈനസ് 6. മൈനസ് 6 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് കിട്ടിയതാണ്. ഇനി 1/4 എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്തോ. അപ്പോൾ എന്ത് വരും? 3/4 1/4 മൈനസ് 1/4 1/4 3/4 1/4 മൈനസ് 1/4 1/4 3/4. നമുക്ക് എന്ത് കിട്ടി? എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇതാണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറം അറിയെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം.